എല്ലാവർക്കും ജയാസ് ഹോംസിലെ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കർക്കിടക സ്പെഷ്യൽ എള്ള് ലേഹ്യത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കർക്കിടക മാസത്തിൽ കുട്ടികളും മുതിർന്നവരും എല്ലാം കഴിച്ചിരിക്കേണ്ട ഒരു എള്ളിന്റെ ഒരു ലേഹ്യമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. എള്ള്, അവൽ, തേങ്ങ, കരിപ്പട്ടി, ബദാം, കപ്പലണ്ടി, ജീരകം, ഏലക്ക, ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കരിപ്പട്ടി തന്നെ എടുക്കണം. ചൂടായ ഉരുളിയിലേക്ക് എള്ളിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതോ എള്ള് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നിടം വരെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യണം. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയും അവൽ വറക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ എള്ളും അവലും എല്ലാം നമ്മൾ ഇതിലേക്ക് പൊടിച്ചാണ് ചേർക്കുന്നത്. എള്ളും അവലും പ്രത്യേകം വേണം പൊടിച്ച് ചേർക്കാൻ. ബദാം, കപ്പലണ്ടി, ജീരകം, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറുത്തിട്ട് നമുക്കിത് ഒന്നിച്ചാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ വെള്ളമയം മാറുന്നിടം വരെ നമുക്കൊന്ന് വറുത്താൽ മതി. നന്നായിട്ടങ്ങ് വറക്കണ്ട, വെള്ളമയം മാറുന്നിടം വരെ. കാരണം ഇതിരുന്നാലും ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ വെള്ളമയം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച എള്ളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എള്ള് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവലിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ബദാമും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബദാമും കപ്പലണ്ടിയും ഞാൻ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ തന്നെ വേണേലും കഴിക്കാം, പക്ഷേ ബോൾസ് ആക്കി വെച്ചാൽ കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ. രാവിലെയോ വൈകിട്ടോ ഓരോ ബോൾസ് വെച്ച് കഴിക്കാവുന്നതാണ്. ഈ കർക്കിടക മാസത്തിൽ ഇത്രയും ഔഷധ ഗുണമുള്ള ഈ എള്ള് ലേഹ്യം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, എള്ളിൻ്റെ അകത്ത് ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.